PV അൻവർ വീണ്ടും രാഷ്ട്രീയ കേരളത്തിന്റെ ചർച്ചാ വിഷയമായി മാറുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഇപ്പോൾ PV അൻവർ UDF-ലേക്ക് അടുക്കുന്നു എന്ന വാർത്തകൾ, ചർച്ചകളൊക്കെ സജീവമാകുന്നു എന്നറിയുന്നു. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ കടക്കുന്നത്. ഉപാധികളില്ലാതെ കോൺഗ്രസിനൊപ്പം അല്ലെങ്കിൽ UDF-നൊപ്പം നിൽക്കുമെന്നാണ് PV അൻവർ MLA അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനെയും KPCC അധ്യക്ഷൻ K സുധാകരനെയും ഫോണിൽ വിളിച്ച് അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. UDF-ന്റെ എല്ലാ നേതാക്കളുമായി ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും PV അൻവർ 24-നോട് പറഞ്ഞു. 24-നോട് അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെയാണെന്ന് കേൾക്കാം. ജയിൽ മോചിതനായ ശേഷമുള്ള PV അൻവറിന്റെ ഒതായിലേക്കുള്ള യാത്ര പുരോഗമിക്കുകയാണ്. അദ്ദേഹത്തിന് ഓരോ ഇടങ്ങളിലായിട്ട് ആളുകൾ ഇങ്ങനെ സ്വീകരണം നൽകി പോരുകയാണ്. അങ്ങ് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്ര സമയമായി. ഇതിനോടകം UDF-ൽ ആരെങ്കിലും അങ്ങേ ബന്ധപ്പെടുകയോ അങ്ങുമായി സംസാരിക്കുകയോ? എല്ലാ നേതാക്കളെയും ഞാൻ വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ച് സംസാരിച്ചു, നന്ദി പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇപ്പം നടത്തുന്ന പോരാട്ടം UDF ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ UDF-നോടൊപ്പം കേരളത്തിലെ പൊതുസമൂഹവും മലയോര മേഖലയിലെ 1,30,00,000 ജനങ്ങൾ, 63 നിയമസഭാ മണ്ഡലം, 430 പഞ്ചായത്ത്, ആ ജനങ്ങൾ ഒരുമിച്ച് പിണറായി സർക്കാരിൻ്റെ അന്ത്യം കുറിക്കാൻ പോവുകയാണ് ഈ ഒരു നീക്കത്തോട് കൂടിയിട്ട്. 63 മണ്ഡലങ്ങളും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ UDF-നോടൊപ്പം നിൽക്കേണ്ട ജീവിത സാഹചര്യത്തിലാണ് മലയോര ജനങ്ങൾ. അത് UDF ആ കാര്യം ഏറ്റെടുക്കുക തന്നെ ചെയ്യും. നേരത്തെ താങ്കൾക്ക് ഉണ്ടായിരുന്ന എല്ലാ ഉപാധികളും താങ്കൾ അവസാനിപ്പിക്കുകയാണ്. അതായത് ഒറ്റക്ക് താങ്കൾ UDF-ഉമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ മനസ്സുകൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞു. എനിക്ക് ഒരു ഉപാധിയില്ല. UDF-നോടൊപ്പം നിന്നിട്ട് എന്താണ് ഒരു വ്യക്തി എന്ന നിലക്ക് എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളെയും കൂട്ടിയിട്ട് UDF-നോടൊപ്പം നിന്ന് പിണറായി ഗവൺമെന്റിന്റെ 140 സീറ്റിൽ 10 സീറ്റിൽ അവർ ഒതുക്കാൻ പറ്റുമെന്ന് നോക്കും. 10 സീറ്റിൽ. അതാണ് ഉപ്പുവെച്ച കലം എന്ന് പറയുന്നത്. ഈ 63 മലയോര മേഖലയിലെ മണ്ഡലങ്ങൾ തിരിയുന്നതോട് കൂടിയിട്ട് ഈ പറയുന്ന പശ്ചിമ ബംഗാളിന്റെ അവസ്ഥയിലേക്ക് ഈ ജനവിരുദ്ധ വർഗീയ താല്പര്യത്തോടൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ അന്ത്യം കേരളത്തിൽ കുറിക്കും. നമുക്ക് കാണാൻ കഴിഞ്ഞത് ഒരു UDF നേതാവ് പോലും അങ്ങേ പിന്തുണയ്ക്കാതെ സംസാരിച്ചില്ല എന്നുള്ളതാണ്. എല്ലാവരും അങ്ങേ പിന്തുണച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, ഭാവിയിൽ ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ അൻവർ UDF-നൊപ്പം ഉണ്ടാവുമെന്ന് ഉറപ്പിക്കാം. അല്ല, തീർച്ചയായിട്ടും അൻവറിന് അല്ല, അൻവർ ഉയർത്തിയ ഈ മലയോര വിഷയം അതീവ സീരിയസ് ആണ് എന്ന നിലക്കാണ് UDF നേതൃത്വം ഇതിന് പിന്തുണ നൽകിയത്. പിന്നെ ഗവൺമെന്റ് ഇന്നലെ കാണിച്ച പോലീസിന്റെ ഭരണകൂട ഭീകരത, ഒരു വ്യക്തി സർക്കാരിനെതിരെ സംസാരിച്ചാൽ ഒരു MLA-ക്ക് ഇതാണ് സ്ഥിതിയെങ്കിൽ നാട്ടിലൊരാളും ഇനി ഇവിടെ മിണ്ടരുത്. അതിനെയാണ് ജുഡീഷ്യറി പൊളിച്ചു കളഞ്ഞത്. അങ്ങ് നാളെ രാവിലെ ആദ്യം ചെയ്യാൻ പോകുന്നത് VD സതീശനെയും K സുധാകരനെയും ഫോണിൽ വിളിച്ച് സംസാരിക്കും. അല്ല, ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. എല്ലാ ലീഡർമാരും സംസാരിച്ചു. എന്തായാലും ശ്രീ PV അൻവർ ഒതായിലേക്കുള്ള യാത്രയിലാണ്. അദ്ദേഹം വലിയ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പോവുകയാണ്. അദ്ദേഹം പറയുന്നത് UDF-ഉമായിട്ട് താൻ ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. അതിനൊരു തരത്തിലുള്ള ഉപാധികളും തനിക്കില്ല എന്നാണ് PV അൻവർ പറഞ്ഞു വെക്കുന്നത്. യെസ്, അപ്പോൾ PV അൻവർ UDF-ലേക്ക് വരുമ്പോൾ, UDF-നോട് അടുക്കുമ്പോൾ എന്താണ് രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്നൊക്കെ ഉണ്ടാകാൻ പോകുന്ന ദിനമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ആരൊക്കെയാണ് പ്രതികരണവുമായി രംഗത്തെത്തുന്നത് എന്നുള്ളത്.